ഹലോ. ആ റോക്കി സാറും മനുഷ്യച്ച് പുറത്തു പോയി. ആ അച്ഛനും അമ്മയും അമ്മയുടെ വീട്ടിൽ പോയി. ഓ ശശാങ്കേട്ടനാണല്ലേ? ആ ശരി, അവര് വന്ന വിളിക്കാൻ പറയട്ടോ. ആ ഇതുങ്ങളൊക്കെ എവിടെ പോയി കിടക്കും? ആ ഇനി ടി വി വെക്കാം, നല്ല തമാശ സീരിയൽ കാണും. സമയം പോക്കിന് ടി വി വെക്കാന്ന് വെച്ചാലോ, അതിനകത്ത് ഒടുക്കത്തെ പ്രേത സീരിയല്. അയ്യോ, ഒരു പ്രേതം, ഒരു പ്രേതം. അല്ല, ഒരു സോഡ, സോഡ. എടാ ഹരി, എടാ ഹരി, നമ്മൾ തമ്മിൽ കണ്ടിട്ട് എത്ര നാളായെന്നറിയോ നിനക്ക്? 5-6 മാസമായി ഞാനിവിടം വിട്ടിട്ട്. പിന്നെ എങ്ങനെ കാണാനാ? നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ല. ആ അത് ശരിയാ. നിനക്ക് എന്താ സുന്ദര പറ്റിയത്? ഒന്നും പറയണ്ട, ആ റോക്കി സാറിന്റെ ബംഗ്ലാവ് കട്ട പുകയാ. അതെന്താ, തീ പിടിച്ചാ? അതല്ലടാ, ആ ബംഗ്ലാവ് മുഴുവൻ പ്രേതത്തിന്റെ ശല്യം കാരണം മനസ്സമായിട്ട് ഉറങ്ങിയിട്ട് എത്ര നാളായെന്ന് അറിയാമോ? ഇനി സമാധാനമായിട്ട് ടി വി വെക്കാന്ന് വെച്ചാലോ, അതിനകത്ത് മുഴുവൻ 7 പാല 10 പാല തുടങ്ങിയ ഒടുക്കത്തെ പ്രേത സീരിയൽ. ഇങ്ങനെ പോയാൽ ഞാനെന്ത് ചെയ്യും എന്റെ ദൈവമേ? ചേട്ടാ, ഇതൊക്കെ വേറെ അന്ധവിശ്വാസമല്ലേ? ഈ 21-ാം നൂറ്റാണ്ടിലും നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ല. ആട്ടെ, എന്താ നിന്റെ പരിപാടി? ഞാനിവിടെ വല്ലയിടത്തും കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. അയ്യോ, നീ എന്തിനാ വഴി കിടക്കുന്നത്? നിനക്ക് എന്റെ വീടില്ലേ? നമുക്ക് 2 സ്മോളൊക്കെ അടിച്ച് സംസാരിച്ചിരിക്കാം. സ്വന്തം വീടാന്ന് കരുതി. അത് കൊള്ളാം, അത് കൊള്ളാം. സ്വർണ്ണ കാശി ബാക്കി വെച്ചോ. വാ, ഇതാണ് എന്റെ വീട്. അല്ല, നിന്റെ വീട്ടുകാരൊക്കെ എന്തിയേ? എന്താടാ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. അമ്മ മരിച്ചതിന് ശേഷം അച്ഛനാകെ തകർന്നു പോയി. ബിസിനസ് ഒക്കെ പൊളിഞ്ഞ് കടം കയറിയപ്പോ ഒരു ദിവസം അച്ഛൻ അച്ഛനെ വിളിച്ച് കൊതി തീർന്നിട്ടില്ലടാ. ആ റൂമിൽ കിടന്ന അച്ഛൻ വിഷം കഴിച്ച് മരിച്ചത്. നോക്കടാ, അതാ അച്ഛന്റെ ഫോട്ടോ. അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്ക് ആകെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നത് എന്റെ രാധമോളായിരുന്നു. രാധയും രാമുമായിട്ടുള്ള പ്രേമം നിനക്കറിയാലോ. അവൻ എന്റെ പെങ്ങളെ ചതിച്ചിട്ട് വേറെ കല്യാണം കഴിച്ചു. അവന്റെ കല്യാണത്തിന്റെ അന്ന് എന്റെ രാധമോള് ആ മുറിയിലാ കെട്ടി തൂക്കിയത്. നീ ആ ഫോട്ടോയിലൊക്കെ ഒന്ന് നോക്കി. ഇപ്പോഴും എന്നെ കൊച്ചേട്ടാന്ന് വിളിക്കുന്ന പോലെ തോന്നും. ആ, നീ ആകെ പേടിച്ചു പോയല്ലേ? ഞാൻ നിന്റെ സകല മൂടും കളഞ്ഞു. ആ പിന്നെ ഇതാണ് എന്റെ ഫോട്ടോ. എന്താടാ നീ നോക്കുന്നത്? മരിച്ചവർ ഇതുവരെ കാണാത്ത പോലെ. ഞാൻ പഠിച്ചതൊക്കെ ബാംഗ്ലൂർ ആയതുകൊണ്ട് അവിടെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഗേൾ ഫ്രണ്ട്സ് ആണ് കൂടുതൽ. അതിൽ 1-2 പേര് അവിടെ ഉണ്ട്. ടീന, മീന. പിന്നെ ബാംഗ്ലൂരിൽ പോകുന്നതൊക്കെ കൊള്ളാം. മോതിരം മാറിയതാണെന്ന് ഓർമ്മ വേണം. എനിക്ക് ആ ഓർമ്മയുണ്ട്. പക്ഷെ നിന്റെ കാര്യത്തിൽ റോക്കി ചാൻ വല്ലാതെ പൊസസീവ് ആവുന്നുണ്ടോ എന്നൊരു സംശയം. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ബാംഗ്ലൂരിൽ നിന്ന് വന്നാലുടനെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടത്തണമെന്ന് ഞാൻ പറഞ്ഞപ്പോ പുള്ളി ഒരു ഷോക്ക് ന്യൂസ് എടുത്തിട്ടു. ഷോക്ക് ന്യൂസോ? എന്ത്? ഈ കഴിഞ്ഞ ദിവസം അച്ചായൻ നിന്റെ ഹൊറോസ്കോപ്പ് നോക്കിയെന്നോ അതിൽ മനുവിന് വൈധവ്യ യോഗം കാണുന്നുവെന്നും പിന്നെ എന്തോ പക്ഷത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അത് കഴിയുന്നവരെ വിവാഹം നടക്കരുതെന്ന് അച്ചായൻ പറയുന്നത്. മൈ ഗോഡ്, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അച്ചായൻ എന്താ ഭ്രാന്തായോ? എനിക്കും സംശയമില്ലാതില്ല. ഭ്രാന്തായതാണോ അതോ വല്ല ബാധയും കൂടിയതാണോ? നിന്നെ വിട്ടുതരാൻ അച്ചായൻ എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ. അച്ചായന്റെ മനസ്സെനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഏതായാലും ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നാലുടനെ കല്യാണം നടത്തണം. മനസ്സമ്മതം കഴിഞ്ഞിട്ടാണോ ഹൊറോസ്കോപ്പ് നോക്കാൻ പോകുന്നത്? അല്ല.
ഞാൻ പറഞ്ഞല്ലേ സൂക്ഷിക്കണമെന്ന്. വൈധവ്യം എന്നാൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഭർത്താവിന് ഭാര്യയെ നഷ്ടപ്പെടുമെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി കൂടി നിനക്ക് ഇല്ലാതായോ? ഇങ്ങനെയാണെങ്കിൽ എത്ര കാലം ഇനി എന്റെ മനുമോൾ ജീവനോടുകൂടി ഉണ്ടാവും? ഈ കാര്യത്തിൽ എനിക്ക് നിന്നെ വിശ്വാസമില്ല. കീറി പോടിയകത്ത്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആഫ്റ്റർ ഓൾ റിംഗ് എക്സ്ചേഞ്ചിൽ നടന്നിട്ടുള്ളൂ. മോതിരം മാറി എത്ര വിവാഹങ്ങൾ നടക്കാതെ പോയിട്ടുണ്ട്. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അതേടി, എനിക്ക് ഭ്രാന്താണ്. 10-20 വർഷങ്ങളായി ഞാൻ ഈ ഭ്രാന്ത് കൊണ്ട് നടക്കുന്നു. ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കിയാലേ എന്റെ ഭ്രാന്ത് മാറുകയുള്ളൂ. എന്താ ബോബൻ ആകെ മൂഡ് ഓഫ് ആയിട്ട്? അച്ചായൻ ഇന്നലെ കാണിച്ചതും പറഞ്ഞതൊക്കെ ഭയങ്കര ബോറായി പോയി അല്ലേ? സാരമില്ല. റോക്കിച്ചാന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമുണ്ടാകുന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ഇതിനു മുമ്പ് എന്തെങ്കിലും അച്ഛൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? അതൊക്കെ ശരിയാ. പക്ഷെ ആളും തരവും നോക്കാതെ ഇങ്ങനെ തേർഡ് റേറ്റ് നാടകം നടത്തി എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ എത്രമാത്രം ഹർട്ടായെന്ന് മനുവിനറിയോ? മറ്റാരെക്കാളും ബോബൻ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. ബോബന്റെ കൈകളിൽ മനുമോൾ സേഫ് ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ മനസ്സൊന്ന് പേടിച്ചപ്പോ പിന്നെ കാണുന്നതും കേൾക്കുന്നതും നേരിടാൻ ഒരു ധൈര്യമില്ലാത്ത പോലെ. ഇത്രയും വർഷത്തെ ബന്ധത്തിനിടയ്ക്ക് റോക്കിച്ചാനും മനുവിനും ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ? എന്നല്ല ബോബൻ. ഓക്കെ, ഞാൻ അങ്ങോട്ട് സോറി പറയുന്നു. അച്ചായന്റെ മാനസികാവസ്ഥ എനിക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സോ ലെറ്റ് us ലീവ് ദാറ്റ് ടോപ്പിക്. ഓക്കെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ചായ? പക്ഷേ കട്ടുറുമ്പായി ഞാനും ഉണ്ട്. ലെറ്റ് us enjoy ourselves if you don't mind. ബോബ നല്ല മുതുമുതുക്കം കട്ടുറുമ്പാ, എന്നാലും പോന്നോട്ടല്ലേ. ആ പാവല്ലേ, വാ അച്ചായ. എന്താ ചയ? അത് മനുമോള് ഉറങ്ങിയോന്നറിയാൻ വന്നതാ. കൈതട്ടി ഇത് മോള് കിടന്ന് ഉറങ്ങിക്കോ. അച്ഛൻ ഇപ്പോഴും ഞാൻ കൊച്ചുകുട്ടിയാന്നാ വിചാരം. ഇപ്പോഴൊന്നല്ല, എന്നും. ആ മോള് കിടന്നോ. എന്താണോ ഇപ്പൊ രാത്രിയില് എനിക്ക് മുള്ളാമുട്ടു. ഇതിന്റെ അമ്മയെ വിളിച്ചിട്ട് പോടാ. അമ്മേന് പറഞ്ഞത് എന്ത്? അച്ഛനെ വിളിക്കാനായിട്ട്. പെണ്ണ് കെട്ടാൻ പ്രായമായല്ലോടാ, ഒറ്റയ്ക്ക് പോയി ഒഴിച്ചൂടെ? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് പാതി രാത്രിയില്. അപ്പൊ വരൂലല്ലേ? ഇല്ല. അയ്യോ 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 അച്ഛാ, അയ്യോ അവിടെ ഒരു പ്രേതം എന്നെ നോക്കി എന്ന് പറഞ്ഞ് ചിരിക്കണ്. അവിടെ ഒന്നും കാണാനില്ലല്ലോ. നീ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചാ മോനെ. അയ്യോ അയ്യോ,
കിടന്നുറങ്ങാൻ നേരത്ത് പൈപ്പ് പൂട്ടിയിടണമെന്ന് നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേടാ. ഇതെന്തത് എന്താണെന്ന് ചോദിച്ചിട്ടില്ലേ? മൂത്രം. അയ്യേ മൂത്രോ? വൃത്തികെട്ടവൻ. പോയി കിടന്നുറങ്ങാൻ ചെല്ല്. മൂത്രം ഒഴിക്കാൻ കണ്ട് സമയവും ഇന്ന് ഇനി കാശ് കിട്ടാതെ തിരിച്ചു പോണ പ്രശ്നം ഒതുക്കുന്നേ പടച്ചോനെ ബലം എന്തിനാ കുഴിയെടുക്കണേ? പഴം പിള്ള ചത്തോ? സുന്ദര താനെന്താ ഇവിടെ കിണർ വയ്ക്ക? പടച്ചോനെ ഇവന് ഭ്രാന്തായിന്നാ തോന്നുന്നത് എന്ന് മാമുക്കനെ പോലുള്ള ബ്ലേഡുകാർക്ക് തോന്നും. പക്ഷെ ഇവിടെ മനസ്സമാനായിട്ട് ജീവിക്കണമെങ്കിലേ യക്ഷിയെ പിടിക്കണം. യക്ഷിയോ? ആ, മനുഷ്യന്മാരുടെ രക്തം കുടിക്കാൻ തക്കം പാർത്ത് നടക്കുന്ന യക്ഷിയെ ഞാൻ ഈ കുഴി ചാടിക്കും. അതെങ്ങനെയാടാ മോനെ? യക്ഷി നിലം തൊടാതല്ലേ നടക്കുന്നത്? നിലം തൊടാതിരിക്കുക യക്ഷി എന്താ രണ്ടെണ്ണം വിറ്റിട്ടാണ് നടക്കുന്നത്? എന്താണ് ഇക്കൊന്ന് ആലോചിച്ച് നിലത്ത് ചവിട്ടാതെ എങ്ങനെയാ യക്ഷിയുടെ ചെലങ്കയിൽ ഇങ്ങനെ ചിൽ ചിൽ ചിൽ? അത് ശരി, അത് നമ്മൾ ഓർത്തില്ല. ആട്ടെ, ഈ യക്ഷിയെ പിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? രണ്ടാക്കൂടി അങ്ങനെ ഒപ്പന മാടി കളിക്കാനാ? തോക്കി കയറി വെടിവെക്കരുത്. യക്ഷിയെ കിട്ടിക്കഴിഞ്ഞാൽ അവളുമായി നമ്മൾ ചങ്ങാത്തം കൊടുക്കും. നമ്മളല്ല, നീ കൂടിയാ മതി. ആ, എന്നിട്ട് പതുക്കെ പതുക്കെ നമ്മൾ അവളുടെ വീക്ക്നെസ് കയറി പിടിക്കും. അയ്യേ ഛെ, ഏയ് ആ വീക്ക്നെസ്സിലല്ല. അത് ശരി. ആ, എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കുന്ന സ്റ്റേജ് വരുമ്പോൾ നമ്മൾ ബുദ്ധി പുറത്തേക്ക് എടുക്കുന്നു. ആ, അപ്പൊ അത് തന്നെ പുറത്തേക്ക് ഏയ്, ഇല്ല. നന്നായി. അവളെ ഞാൻ ഈ കുഴിയിൽ അടക്കി ആണി അടിക്കും. ചെക്കിന്റെ കാറ്റ് പോയോ? അമ്മോ, നമുക്ക് പണവും വേണ്ട, പലിശയും വേണ്ട, ജീവൻ മതിയേ. ഓക്കെ, നാളെ തന്നെ പിള്ളച്ചേട്ടൻ്റെ കൈ കൊടുത്തുവിടാം. പിള്ളച്ചേട്ടാ, എപ്പോഴും ഇവിടെ തന്നെ ഇരുന്ന് മോക്ക് ബോറടിച്ചു അല്ലേ? വേറെ എവിടെ പോകാനാ? ഹോസ്പിറ്റലിന്റെ പണി ഒട്ട് തീർന്നിട്ടില്ല. ഒരു ചേഞ്ചിന് വേണ്ടി നാളെ നമ്മുടെ പേപ്പർ ഫാക്ടറി പോവാം. ഓക്കെ ഓക്കെ. എന്താ സാറേ? ആ പിള്ളച്ചേട്ടാ, നാളെ കാലത്ത് വാഗമൺ എസ്റ്റേറ്റിൽ പോകാൻ ഒരുങ്ങിക്കോ. അവിടെ പ്ലാന്റിങ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് വന്നാ മതി. ശരി സാറേ. യു ക്യാൻ ഗോ. ഓ, പൊക്കോളാൻ. അയ്യേ. ഹലോ, ഹായ്. ആരാ? ബോബന. എങ്ങനുണ്ട്? എന്താ മനുഷ്യ, നിങ്ങൾക്ക് രാത്രി ഉറക്കമില്ലേ? നാളെ എസ്റ്റേറ്റിൽ പോകുന്ന കാര്യം ആലോചിച്ചിട്ട് ഉറക്കം വരുന്നില്ല. ആഹാ, എന്നാ ഇപ്പോഴും പോയിക്കോ. കണ്ണി ചോരില്ലാത്ത വർത്താനം പറയില്ല എന്റെ ഭാനു. കണ്ണി ചോരയില്ലാത്തതേ നിങ്ങൾക്കാ. എത്ര കാലമായി ഞാൻ എന്റെ വീട്ടിലൊന്ന് പോയിട്ട്. നിങ്ങൾ എസ്റ്റേറ്റിൽ നിന്ന് വരുമ്പോ എന്നെ ഇവിടെ കാണില്ല. ഞാനേ എന്റെ വീട്ടിൽ പോവും. അയ്യോ, ചതിക്കല്ലോ എന്റെ പൊന്നെ. തിരിച്ചു വന്നിട്ട് നമുക്ക് ഒരുമിച്ച് നിന്റെ വീട്ടിൽ പോവാം. എന്റെ കയ്യിൽ നിന്ന് വിടും. ആരെങ്കിലും കാണും. എന്തോ